നമസ്കാരം. 2020 സെപ്റ്റംബറിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ നടത്തിയ സമരം നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. അങ്ങനെ ഒരു സമരം വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. അന്നും സമരം രൂക്ഷമായതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ കറുത്ത കൈകളായിരുന്നു. ഇന്നും കർഷക കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി. കർഷകരെ ഡൽഹിയിലേക്ക് അയച്ച് രാജ്യ തലസ്ഥാനം സ്തംഭിപ്പിക്കാനുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ ഗൂഢാലോചന വീണ്ടും. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മുന്നിൽ നിൽക്കാതെ സ്വാഭാവികമായ കർഷക സമരം എന്ന നിലയിൽ ഈ സമരത്തെ ശക്തിപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ കർഷകരെ കൃത്യമായ അജണ്ടയോടെ ഡൽഹിയിൽ എത്തിക്കാനാണ് ശ്രമം. പിന്നീട് തലസ്ഥാനത്തെ സ്തംഭിപ്പിക്കുന്ന അക്രമസമരം നടത്തി വെടിവെപ്പുണ്ടാക്കി മോദി സർക്കാരിന്റെ സൽകീർത്തി അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ താറടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. കർഷക സമരത്തിന് പിന്നിൽ NGOകളാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ NGOകളും കോൺഗ്രസും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് സമരം. പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിച്ച ജഗ്ജീത് സിംഗ് ധാലിവാൽ, സരവൺ സിംഗ് സ്പന്ദേർ എന്നീ കർഷക നേതാക്കളെ പഞ്ചാബ് പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പഞ്ചാബിലെ മൊഹാലിയിൽ വെച്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഖനോരി ശംഭു അതിർത്തി പ്രദേശത്ത് മാർച്ച് ചെയ്യാനാണ് ഇവർ ശ്രമിച്ചത്. ഇവരെ പോലീസ് തടയാൻ ശ്രമിച്ചിട്ടും പിന്തിരിയാതെ ഏറ്റുമുട്ടാൻ ശ്രമിച്ചപ്പോഴാണ് നേതാക്കളെ രണ്ടുപേരും അറസ്റ്റ് ചെയ്തത്. ശംഭു എന്ന പ്രദേശം പഞ്ചാബ് ഹരിയാന അതിർത്തി പ്രദേശമാണ്. അവിടെ ഇപ്പോഴേ ചില കർഷകരുടെ സംഘങ്ങൾ സമരവുമായി തമ്പടിച്ചിട്ടുണ്ട്. കൂടുതൽ ചെറു കർഷക സംഘങ്ങളായി വന്ന് ഒടുവിൽ ഒന്നിച്ച് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് കലാപമുണ്ടാക്കാമെന്നാണ് ഇവരുടെ ലക്ഷ്യം. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും കർഷക നേതാക്കളും ചർച്ചകൾ നടത്തി വരികയാണ്. കാർഷികോൽപ്പന്നങ്ങൾക്ക് മിനിമം വേതനം നിയമപരമായി ഉറപ്പാക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളുടെ മേലാണ് ചർച്ച നടക്കുന്നത്. സർക്കാർ എന്ത് പരിഹാരം മുന്നോട്ട് വെച്ചാലും അത് അംഗീകരിക്കാതിരിക്കുകയാണ് കർഷക സംഘടനാ നേതാക്കൾ. ലക്ഷ്യം മിനിമം വേതനമല്ല, സർക്കാരിനെ മറിച്ചിടുന്ന വിദേശ സംഘടനകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന NGOകളുടെ അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കലാണെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. അടുത്ത ചർച്ച മെയ് 4 നടക്കാനിരിക്കെയാണ് പഞ്ചാബിലെ ഒരു വിഭാഗം കർഷകർ മാർച്ച് നടത്താൻ ശ്രമിച്ചത്. നല്ല രീതിയിൽ ചർച്ചകൾ മുന്നേറുകയാണെന്നും തനിക്ക് പ്രതീക്ഷകൾ ഉണ്ടെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാൻ പ്രതികരിച്ചതിനിടയിലാണ് ഈ മാർച്ചും അറസ്റ്റുമൊക്കെ നടന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.